ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ വെച്ചൊരു മെയിൻ ഗെയിം കളിക്കുകയാണ്. ഞാൻ ഈ പ്രോബ്ലത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ. 4 സിമ്പിളായ വഴികളിലൂടെ എങ്ങനെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒഴിവാക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ശരിക്കും നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന ആരാ? ഈ വീഡിയോ കാണുന്നതിൽ ഒരു 8% ആൾക്കാർ മാത്രമേ മുഴുവനായിട്ട് കാണൂ. ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് പോകും. കാരണം എന്താ? എൻ്റെ വീഡിയോക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? അല്ല. പിന്നെന്താ? നിങ്ങളുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മൊബൈൽ നമ്മുടെ ശത്രുവാനുള്ള പ്രധാന കാരണം അറിയോ? എക്സാമ്പിൾ നമ്മൾ റീൽസ് കാണുന്നു. അരമണിക്കൂർ നമ്മൾ റീൽസ് കാണുന്നു. ഒരു വീഡിയോ അല്ല, ഒരു 100ഓളം വീഡിയോ ചിലപ്പം അരമണിക്കൂർ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അറ്റൻഷൻ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൊബൈൽ ശരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എപ്പോഴാണ് ഫോൺ എടുക്കുന്നത്? ജസ്റ്റ് ഒരു ഫോൺ ഒരു കോളിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിങ് ചെയ്യുന്ന സമയത്തായിരുന്നു. പക്ഷേ ഒരു മെസ്സേജോ ഒരു കോളോ വരുമ്പോഴാണ് നിങ്ങൾ ഫോൺ എടുക്കുന്നത്. ഇവിടെ രണ്ടും കോമൺ ആയ ഒരു കാര്യമുണ്ട്. എന്താ? അവിടെ ഒരു മനുഷ്യനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിയല്ലേ? ഈ കാണുന്ന ടെക്നോളജിയിൽ ഉണ്ടാക്കിയ എന്തിനു വേണ്ടിയാ? മനുഷ്യൻ്റെ ബന്ധം വളരെ സുഗമമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? മനുഷ്യന് തമ്മിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല. അൽഗോരിതമാണ് നമ്മളെ ഫോൺ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? ടെക്നോളജിയാണ് നിങ്ങളെ ഫോൺ കൺട്രോൾ ചെയ്യുന്നത്. ജസ്റ്റ് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ജസ്റ്റ് ക്ലിയർ ആക്കുക. എന്നിട്ട് ഈ വീഡിയോ അവസാനിച്ച ശേഷം വന്ന് നോക്കുക. ആ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ബാങ്കിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ, അങ്ങനെ പലതിൻ്റെ, ഫുഡ് ഡെലിവറി ആപ്പിൻ്റെയും പലതും. എന്ന് വെച്ചാൽ അവരൊക്കെ നിങ്ങളെ അറ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഫോണിൽ എപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിങ് വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് പോയി ഫോൺ എടുക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആരോ മനുഷ്യർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നത് നമ്മുടെ തോന്നൽ കൊണ്ടാണ്. ശരിക്കും അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഫോൺ ഇപ്പോൾ അൽഗോരിതമാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അവരെ കൈയടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ശ്രദ്ധക്കുറവ്, അശ്രദ്ധരാണ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലേക്ക്, ഫോക്കസ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ശരാശരി ഒരു ദിവസം 4000 പ്രാവശ്യം നമ്മൾ ഫോൺ ടച്ച് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ഈ ഫോണിൽ പിടിച്ചു നിർത്തുന്നത് ഇതാണ്. നമുക്ക് കിട്ടുന്ന ആ സമയത്ത് നമുക്ക് കിട്ടുന്ന
ജസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എന്ന് വെച്ചാൽ മിമൻറ്റിക് ഡിസയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാഗ്രഹം നമ്മുടെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ സോഷ്യൽ മീഡിയ നമ്മളെ അങ്ങനെ കാർന്ന് തിന്നാൻ തുടങ്ങൽ അന്നേരമാണ്. ഇതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. ഇതിനെ നമുക്ക് നെർഫ് എന്ന് വിളിക്കാം. നെർഫ് എന്ന് പറഞ്ഞാൽ നോട്ടീസ്, യൂസ്, റീകണക്ട് ആൻഡ് ഫോക്കസ്. ഫസ്റ്റ് നമുക്ക് നോട്ടീസ്